Hello, everybody. Welcome to English Speaking Course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ സെൻറ്റൻസസ് പഠിക്കാം റിലേറ്റഡ് ടു റെയിൻ. കേരളത്തിൽ മഴക്കാലമാണ്. സോ ഈ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റേണ്ട കുറച്ച് സിമ്പിൾ സെൻറ്റൻസസ് പഠിക്കാം. വീഡിയോ വളരെ ഷോർട്ടാണ്. സോ ഫുൾ കാണണം. ഐ എം ഗോയിങ് ടു റിപ്പീറ്റ് ദ സെൻറ്റൻസസ് ട്വൈസ്. സെക്കൻഡ് ടൈം യു ആർ ഗോയിങ് ടു റിപ്പീറ്റ് അലോങ് വിത്ത് മീ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ഹിയർ കംസ് അവർ ഫസ്റ്റ് സെൻറ്റൻസ്. മഴ പെയ്യുന്നു. ഇറ്റ്സ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺട്രാക്ട് ചെയ്തിട്ട് ചുരുക്കി പറയാം. ഇറ്റ്സ് റെയിനിങ്. അടുത്ത സെൻറ്റൻസ്, കനത്ത മഴ പെയ്യുന്നു. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് റെയിനിങ് വെരി ഹെവിലി. ഓർ എൽസ് വി കൻ ഈവൻ സേ ഇറ്റ്സ് pouring. ഇറ്റ്സ് pouring. അടുത്ത സെൻറ്റൻസ്, ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഡ്രിസ്ലിംഗ്. ഇറ്റ്സ് ഡ്രിസ്ലിംഗ്. നെക്സ്റ്റ് വൺ, മഴ പെയ്യാൻ തുടങ്ങി. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് റെയിനിങ്. നെക്സ്റ്റ് വൺ, മഴ നിന്നു. The rain has stopped. The rain has stopped. Next one, ഒരു കുട എടുക്കുക. Take an umbrella. Take an umbrella. Next one, കുട എടുക്കാൻ മറക്കരുത്. Don't forget to take an umbrella. Don't forget to take an umbrella. ഒരു റെയിൻകോട്ട് ധരിക്കുക. Wear a raincoat. Wear a raincoat. We can even say wear your raincoat. നിന്റെ റെയിൻകോട്ട് ധരിക്കുക. Wear your raincoat. Next one, റോഡ് നനഞ്ഞിരിക്കുകയാണ്. The road is wet. The road is wet. നിലം വഴുക്കുള്ളതാണ്. The ground is slippery. The ground is slippery. Next one, നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. Be careful while walking. Be careful while walking. Next sentence, ഇന്ന് കാലാവസ്ഥ തണുപ്പുള്ളതാണ്. The weather is cool today. The weather is cool today. Next one, എനിക്ക് മഴക്കാലം ഇഷ്ടമാണ്. I like rainy days. I like rainy days. ഇഷ്ടമല്ല പറയാൻ നമുക്ക് പറയാം I don't like rainy days. Next one, ഞാൻ നനഞ്ഞു. In English, I got wet. I got wet. Very simple. Next one, എനിക്ക് നനയാൻ ഇഷ്ടമല്ല. I don't like getting wet. I don't like getting wet. നമ്മളെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം മീ ടു. എനിക്കും, അതായത് എനിക്കും ഇഷ്ടമല്ല. പിന്നെ ഈ സ്ക്രീനിൽ കണ്ട രണ്ട് സെൻറ്റൻസസ് നമ്മൾ യൂഷ്വലി പറയാറുണ്ട് റെയിനി ഡേയ്സിൽ. മൈ ക്ലോത്ത്സ് ആർ വെറ്റ്, അതായത് എൻ്റെ ഡ്രസ്സ് നനഞ്ഞു പോയി അല്ലെങ്കിൽ നനഞ്ഞു. മൈ ഷൂസ് ആർ വെറ്റ്, എൻ്റെ ഷൂസ് നനഞ്ഞു. മൈ ക്ലോത്ത്സ് ആർ വെറ്റ്, മൈ ഷൂസ് ആർ വെറ്റ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണേണ്ട ഈ രണ്ട് സെൻറ്റൻസസും നമ്മൾ പറയാറുണ്ട്. ലെറ്റ്സ് സ്റ്റേ ഇൻഡോഴ്സ്, അതായത് നമുക്ക് അകത്ത് തന്നെ നിൽക്കാം. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ, അതായത് നമുക്ക് ഒരു കപ്പ് ചായ കുടിക്കാം. ബോത്ത് ദീസ് സെൻറ്റൻസസ് ആർ വെരി കോമൺ ഡ്യൂറിങ് റെയിനി സീസൺ. ലെറ്റ്സ് സ്റ്റേ ഇൻഡോഴ്സ്, ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. നെക്സ്റ്റ് വൺ, ഉടൻ മഴ പെയ്തേക്കാം. ഇൻ ഇംഗ്ലീഷ്, it may rain soon. It may rain soon. Moving ahead to the next one, ദിവസം മുഴുവൻ മഴ പെയ്യുകയാണ്. It's raining all day. It's raining all day. Next one, മഴ നിന്നു. It has stopped raining. It has stopped raining. Next sentence, രാവിലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ഇൻ ദ മോർണിംഗ്. പെയ്യുന്നുണ്ടായിരുന്നു, അതിനാണ് നമ്മൾ വാസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് റെയിനിങ് ഇൻ ദ മോർണിംഗ്.
Next one, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. In English, it started raining suddenly. It started raining suddenly. Next sentence, മഴ മാറുമ്പോൾ ഞാൻ പോകാം. I'll leave when the rain stops. I'll leave when the rain stops. Next one, രാത്രി മുഴുവൻ മഴ പെയ്തു. It rained all night. It rained all night. Next one, ഇന്നലെ മഴ പെയ്തിട്ടില്ല. It didn't rain yesterday. It didn't rain yesterday. Moving ahead, next one. It's a bit long sentence but very useful one. മഴ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. In English, we couldn't go out because of rain. We couldn't go out because of rain. Instead of because, you can even use the word due. We couldn't go out due to rain. We couldn't go out due to rain. ഇപ്പോൾ സൂര്യൻ ഉദിച്ചു. The sun is out now. The sun is out now. Next one, കാലാവസ്ഥ പെട്ടെന്ന് മാറി. The weather changed suddenly. The weather changed suddenly. Next one on our list is മഴ കൂടുതൽ ശക്തമാവുകയാണ്. In English, we can say the rain is getting heavier. The rain is getting heavier. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പറയുമെങ്കിൽ എങ്ങനെയാണ് പറയുക? അതായത് മഴയ്ക്ക് ശക്തി കുറഞ്ഞു വരികയാണ്. The rain is getting lighter. Heavierൻ്റെ പകരം നമ്മൾ യൂസ് ചെയ്തു lighter. Rest of the sentence is same. The rain is getting lighter. ഇനി ഒരു സിമ്പിൾ ടാസ്ക്, ഈ രണ്ട് സെൻറ്റൻസസിനെയും ഇംഗ്ലീഷ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എനിക്ക് മഴ ഇഷ്ടമാണ്, എനിക്ക് മഴ ഇഷ്ടമല്ല. വെൽ, ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഹോപ്പ് യു ലേൺ ദ സെൻറ്റൻസസ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കണ്ടു നോക്കുക. സിൻസ് ഇറ്റ് ഷോർട്ട്, യു ക്യാൻ വാച്ച് അഗെയിൻ ആൻഡ് പ്രാക്ടീസ് അലോങ് വിത്ത് മീ. Thanks for watching and thanks for all your support.